എടാ രണ്ടാളൊന്ന് വേഗം റെഡിയാവും, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എന്തു പറ്റി ഫാദർ? ഞാൻ നിങ്ങളെ പലതവണ വിളിച്ചിരുന്നു. അതങ്ങനെ ഇനി ആവശ്യമില്ലല്ലോ അല്ലേ? ഈ കൊടും ക്രൂരത ആ കുഞ്ഞിനോട് നിങ്ങൾ ചെയ്യരുതായിരുന്നു. അതിനിപ്പോ എന്തുണ്ടായി ഫാദർ അങ്ങനെ പറയാൻ? അന്ന് റിയമോൾക്ക് ആശ കൊടുത്തിട്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആ പാവത്തിന് നിങ്ങൾ മറന്ന പോലെ അതിന് നിങ്ങളെ മറക്കാൻ കഴിയണ്ടേ? അവള് നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ വരാതായപ്പോൾ അവള് ഡിപ്രഷനിലേക്ക് പോയി. ആരോടും മിണ്ടാതെയായി, കൂട്ടുകാരോടൊത്ത് കളിക്കാതെയായി. ഈടെയായിട്ട് അവൾക്ക് ഒറ്റയ്ക്കുള്ള സംസാരത്തിൽ കൂടുതലാണ്. എല്ലാം കൈവിട്ടു പോകുന്നതിന് മുമ്പ് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അതാ വക്കീലിനെ വിളിച്ചു വരുത്തിയത്. ഫാദർ, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം. ഇനി നിങ്ങൾക്ക് റിയമോളെ കാണാനേ കഴിയുള്ളൂ, കൊണ്ടുപോകാൻ കഴിയില്ല. ഈ സ്ഥാപനത്തിൻ്റെ റൂൾ അങ്ങനെയാണ്. നീ വിഷമിക്കാതിരിക്കേ. എന്നെ കൊണ്ടുപോകാൻ വരാന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം കൊണ്ടുപോകാൻ വരാൻ. മമ്മ മോളെ വിട്ട് ഇനി എവിടെയും പോണില്ല. മോള് വിഷമിക്കരുത് കേട്ടാ. അമ്മ പൈകിളി ചൊല്ലു നീ ചൊല്ലൂ, ചെല്ല കുഞ്ഞുങ്ങൾ എങ്ങോ പോയിനി അവരൊന്നു ചേരി. ഫാദർ, ഇവർക്കും ഈ കുഞ്ഞിനും നീതി വാങ്ങിക്കൊടുത്തേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. കേഴുന്നുവോ രാപ്പൂ വിട ചൊല്ലുന്നുവോ?